നിൻ നിഴലായി മാറാൻ ഞാൻ നിന്നിൽ അലിയണം. എൻ്റെ ഉള്ളിൽ നന്മയുടെയും തിന്മയുടെയും പരസ്പര വിരുദ്ധ ശക്തികളായ രണ്ട് മൃഗങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏത് മൃഗമാണ് വിജയിക്കുക? ശിഷ്യൻ ചോദിക്കുമ്പോൾ ഗുരു നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: നീ ഏത് മൃഗത്തിനാണോ ആഹാരം കൊടുക്കുന്നത് ആ മൃഗമായിരിക്കും വിജയിക്കുക. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തോടും തീരുമാനത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപാവരം ആവശ്യമാണെങ്കിലും അതിന് നമ്മുടെ തീരുമാനവും നിരന്തരമായ പരിശ്രമവും ആവശ്യമാണ്. അത് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരീക്ഷണവും പ്രലോഭനവും അലസതയാണ്. അലസത പിശാചിൻ്റെ പണിപ്പുര ആയതുകൊണ്ടാണ് പ്രിയ ശിഷ്യനായ പത്രോസിനെ പോലും ഒരു ഘട്ടത്തിൽ സാത്താനെ എന്ന് യേശു വിളിക്കുന്നത്. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ ഓർമ്മിക്കാം: ഞാൻ വിജയിക്കാനല്ല, വിശ്വസ്തയാകുവാനാണ് ആഗ്രഹിക്കുന്നത്.